കാരണം കഴിഞ്ഞ 40 മിനിറ്റോളം നമ്മൾ ആഘോഷിച്ചു. ഒരുപാട് അതിഥികൾ ഓണക്കാലമായിട്ട് നമ്മുടെ വേദിയിലേക്ക് വന്ന് പോയി. അപ്പോൾ വീണ്ടും നമുക്ക് വാർത്തയുടെ ഗൗരവത്തിലേക്ക്. ഹിന്ദു വിരുദ്ധ നിലപാട് ആവർത്തിച്ച് ബംഗ്ലാദേശ്. ദുർഗാപൂജ നിർത്തിവെക്കാൻ ഹിന്ദു സമൂഹത്തോട് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടു. നിസ്കാര സമയങ്ങളിൽ പൂജ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേർന്നു. ആദ്യം ജിഷ്ണു പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ട്രെയിനിലെ ആഘോഷം വന്നു, പിന്നീട് അതിഥി വന്നു. അതുകൊണ്ടാണ് വിശദമായി നമുക്ക് ആ സമയത്ത് ആ വാർത്ത എടുക്കാൻ പറ്റാതെ പോയത്. ഏതായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ചൂണ്ടിയുള്ള കലാപങ്ങൾ, അതിക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഹിന്ദുക്കളെ ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ ഒക്കെയുള്ള ശ്രമം അങ്ങനെ നിർബന്ധമാണ് ഇടക്കാല സർക്കാരിനും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ ചുമതലയേറ്റ നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ ആൾ പറഞ്ഞതൊക്കെയും കളവായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ അദ്ദേഹം ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലടക്കം പോയി ഹിന്ദുക്കളെ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞത് ഒരു കണ്ണിൽ പൊടിയിടലായിരുന്നു? അതോ ഇടക്കാല സർക്കാർ എന്ന ഒരു പദവി മാത്രമേ അവിടെ ഉള്ളൂ, ഭരിക്കുന്നത് തീവ്രവാദികളോ? കൃഷ്ണാജ, ബംഗ്ലാദേശിൽ നിലവിൽ വന്നിട്ടുള്ള ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകൾ തന്നെയാണ്. അത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ആ സംഘടനകളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് സർക്കാർ മുൻപോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു വിരുദ്ധ നിലപാടുകൾ, ഹിന്ദു വിഭാഗത്തെ, ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്ന നിലപാടുകൾ ബംഗ്ലാദേശിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹിന്ദു സമൂഹത്തോട് ദുർഗാപൂജ നിർത്തിവെക്കാനാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ദിവസത്തിൽ 5 തവണ നിസ്കാരത്തിന്റെ സമയമുണ്ട്. ആ ഒരു നിസ്കാര സമയങ്ങളിൽ യാതൊരു തരത്തിലും പൂജകളോ പൂജയുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളോ അത്തരം പ്രവർത്തനങ്ങളോ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് ഹിന്ദു സമൂഹത്തോട് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭം. തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭമാണെങ്കിലും ആ പ്രക്ഷോഭം ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഛാത്ര ശിബിരം ഏറ്റെടുത്തുകൊണ്ട് അതൊരു വലിയ കലാപമായി മാറുകയും സർക്കാരിനെ അട്ടിമറിക്കുന്നതോടൊപ്പം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, ഹിന്ദുവും പാഴ്സിയും സിഖും ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ അതിക്രൂരമായ വേട്ടയാടലുകൾ, കൊലപാതകവും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അടിച്ചു തകർത്തുകൊണ്ട് ക്രൂരമായ ഹിന്ദു വംശഹത്യ നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ആ മുറിവ് ഉണങ്ങുന്നതിന് മുൻപാണ് ഹിന്ദു സമൂഹത്തോട് ദുർഗാപൂജ നിർത്തിവെക്കണമെന്നും നിസ്കാര സമയങ്ങളിൽ യാതൊരു തരത്തിലും പൂജയുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളോ ആരാധനാ ശബ്ദങ്ങളോ അത്തരത്തിലൊന്നും പാടില്ല എന്നൊരു നിർദ്ദേശം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തന്നെ നൽകിയിട്ടുള്ളത്. ഈ കലാപത്തിൻ്റെ സമയത്ത് ഹിന്ദു സമൂഹം അവിടെ വലിയ പീഡനം നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് കേരളത്തിൽ, മാധ്യമങ്ങളും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിച്ചത് അത്തരത്തിലൊരു ന്യൂനപക്ഷ വേട്ടയും ഹിന്ദു വംശഹത്യയും ബംഗ്ലാദേശിൽ നടക്കുന്നില്ല, അത് ചില തൽപര കക്ഷികളുടെ പ്രചാരണം മാത്രമാണ് എന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ട് ഈ ഇടക്കാല സർക്കാരിൻ്റെ തലവൻ മുഹമ്മദ് യൂനുസ് തന്നെ രംഗത്തെത്തിയിരുന്നു. വേദനിപ്പിക്കുന്ന ക്രൂരതയാണ് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരെ നടന്നത്, ഇനി അത്തരത്തിൽ ഉണ്ടാകരുത്, അവരെ ചേർത്ത് പിടിക്കണം എന്ന് മുഹമ്മദ് യൂനുസ് പറഞ്ഞിരുന്നെങ്കിലും ഇടക്കാല സർക്കാരും ഹിന്ദു വിരുദ്ധത നിലപാടുമായി മുൻപോട്ട് പോവുകയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെക്കുറിച്ച് അവിടെ അവർ നിലനിൽക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തി വരുന്നു. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത്, വിമോചന സമയത്ത് ഏകദേശം 22% ഹിന്ദു സമൂഹത്തിൻ്റെ ജനസംഖ്യ ഇന്ന് 2024 എത്തുമ്പോൾ 7% താഴേക്ക് ബംഗ്ലാദേശിൽ എത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നുകിൽ പീഡനം ഭയന്നുകൊണ്ട് പലായനം ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു, അതല്ലെങ്കിൽ മതം മാറുന്നു. അത്തരത്തിലുള്ള വലിയ പീഡനം ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം നേരിടുന്നു. അതിൻ്റെ തുടർക്കഥയായാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. തീവ്ര ഇസ്ലാമിക സംഘടനകൾ നേതൃത്വം നൽകുന്ന, നിയന്ത്രിക്കുന്ന ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തോട് ദുർഗാപൂജ നിർത്തിവെക്കാനും നിസ്കാര സമയങ്ങളിൽ പൂജയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ശബ്ദവും പാടില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. ഇത്തരം അടിച്ചമർത്തലുകളാണ് ഭാരതം മുൻപോട്ട് വെച്ച് രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ എല്ലാം തന്നെ ആ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലൊരു പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉൾപ്പെടെ മതപരമായ വിവേചനവും പീഡനവും നേരിട്ട് ഭാരതത്തിലേക്ക് പലായനം ചെയ്യുന്ന ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് ഭാരത സർക്കാർ തീരുമാനിച്ചിരുന്നു, അതിൽ ചില ഇളവുകൾ നൽകുന്നതിന്. എന്നാൽ ആ സമയത്ത് പോലും നമുക്കറിയാം എന്ത് പ്രചരണമാണ് നടന്നത്. ഭാരതത്തിലെ മുസ്ലിം വിഭാഗത്തിൻ്റെ ആ പൗരത്വം നഷ്ടപ്പെടും, അവരെ ഭാരതത്തിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വലിയ കുപ്രചരണം ആ സമയത്ത് നടന്നിരുന്നു.
പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം തീരുമാനങ്ങൾക്ക് പുറകിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മതപരമായ വിവേചനവും കൊടിയ പീഡനവും നേരിട്ട് പലായനം ചെയ്യുന്നവർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇത്തരം സംഭവങ്ങൾ അതിൻ്റെ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. ഏതായാലും ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരും ഹിന്ദു വിരുദ്ധ നിലപാട് തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വലിയ ഹിന്ദു വംശഹത്യയുടെ ഹിന്ദു വിഭാഗത്തിന് നേരെ നടന്ന കൂട്ടക്കൊലയ്ക്ക് തൊട്ടുപറകെയാണ് ദുർഗാപൂജ നിർത്തിവെക്കാൻ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും തുനിയുന്നത്. അവിടെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു വലിയ കലാപം നടക്കുകയും ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഭാരതത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ അതും തീവ്ര ഇസ്ലാമിക സംഘടനകൾ കേൾക്കാമെങ്കിൽ ഈ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിൻ്റെ മതപരമായ ഏറ്റവും വലിയ ആഘോഷമാണ് ദുർഗാപൂജ. അപ്പോൾ ഏറ്റവും വലിയ ആഘോഷത്തിന് നേരെ തന്നെ വിരൽ ചൂണ്ടുന്നുവെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, തീർച്ചയായും അത്തരത്തിൽ ആരാധനാക്രമങ്ങളെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അടിച്ചമർത്തിക്കൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ഇത്തരം ആരാധനാ ക്രമങ്ങളൊന്നും ചെയ്യാതെ നിശബ്ദമായിരിക്കുക, അതല്ലെങ്കിൽ പലായനം ചെയ്യുക, ഈ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുക, അതുമല്ലെങ്കിൽ മതം മാറുക. അത് വളരെ കൃത്യമായി ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ വളരെ കൃത്യമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം പയറ്റുന്ന തന്ത്രം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും നടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ ശേഷിക്കുന്ന വളരെ ചെറിയ സമൂഹം ആണ് ഹിന്ദു ജനസംഖ്യ എന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 22% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്നിപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ 7% അവരെയും ഒന്നുകിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്തരത്തിൽ യാതൊരു ആരാധനാക്രമങ്ങളുമില്ലാതെ നിശബ്ദമായിരിക്കുക, അതല്ലെങ്കിൽ പലായനം ചെയ്തു പോവുക, അതുമല്ലെങ്കിൽ മതം മാറുക എന്ന വളരെ കൃത്യമായ തന്ത്രത്തിലൂടെ നിശബ്ദമാക്കാനും അടിച്ചമർത്താനുമുള്ള ശ്രമം തന്നെയാണ് ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ശ്രമിക്കുന്നത്. അതിന് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, ഈ എന്തിന് നിങ്ങൾ ദുർഗാപൂജ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, നിർദ്ദേശിക്കുന്നു? എന്തുകൊണ്ട് നിസ്കാര സമയങ്ങളിൽ പൂജ പാടില്ലെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി അവർ പറയുന്നത് ക്രമസമാധാനം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെയും എന്നാണ്. അതായത് കൃത്യമായൊരു ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. ക്രമസമാധാനം പരിപാലിക്കേണ്ടത് ഇടക്കാല സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്നായിരിക്കണമല്ലോ. അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് മേൽ മാത്രമായി അടിച്ചേൽപ്പിക്കുന്നതിൽ മുൻപുണ്ടായിരുന്ന കലാപങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? കൃഷ്ണരാജ്, അതൊരു വാദത്തിന് വേണ്ടി മാത്രം മുൻപോട്ട് വെക്കുന്ന, കാരണം ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം നേരിടുന്ന പീഡനം സംബന്ധിച്ച് കഴിഞ്ഞ കലാപവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ബംഗ്ലാദേശിലും ഭാരതത്തിലും മാത്രമല്ല, അത് അന്താരാഷ്ട്ര വേദികളിൽ വരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയുടെ, ഹിന്ദു കൂട്ടക്കൊലയുടെ, അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യയിൽ വരുന്ന ക്രമാതീതമായ കുറവിനെ സംബന്ധിച്ച് വലിയ ചർച്ച അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ നടന്നിരുന്നു. അതിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം എന്നാവശ്യം പ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ സാംസ്കാരിക പ്രവർത്തകർ കത്ത് നൽകിയിരുന്നു. അത്തരത്തിൽ ഈ വിഷയം നിലവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മതസമൂഹത്തെ അടിച്ചമർത്തുന്ന തീരുമാനം ഇടക്കാല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദമായിട്ടാണ് ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 7% മാത്രം വരുന്ന ഹൈന്ദവ സമൂഹം അവരുടെ വീടുകളിലും ആരാധനാലയങ്ങളിലും പൂജ നടത്തുന്നത് കൊണ്ട് എത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന് വിശദീകരിക്കാനോ വിവരിക്കാനോ ഇടക്കാല സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിൽ പോലും പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണ അധികാരമോ അല്ലെങ്കിൽ അത് പൂർണ്ണ രീതിയിൽ നിയന്ത്രിക്കാനോ ഈ ഇടക്കാല സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിൽ പലതും ഇപ്പോഴും ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ അത്തരം സംഘടനകളുടെ ആളുകൾ ഈ സർക്കാർ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണരാജ് ആദ്യത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടക്കാല സർക്കാർ എന്നുള്ളത് എത്രത്തോളം അവിടെ പ്രവർത്തനക്ഷമമാണ്, അതല്ലെങ്കിൽ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ കയ്യിലെ കളിപ്പാവ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ എന്നതിനപ്പുറത്തേക്ക് മറ്റ് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ ബംഗ്ലാദേശിലെ നിലവിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങളും നയങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം
ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ വലിയ ആരാധനാക്രമം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന തന്നെയാണ് ദുർഗാപൂജ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ലോകം മുഴുവനുള്ള ഹിന്ദു സമൂഹം നടത്തുമ്പോഴാണ് ബംഗ്ലാദേശിൽ അത്തരത്തിൽ പൂജകൾ നിർത്തിവെക്കണമെന്നും ഈ നിസ്കാര സമയങ്ങളിൽ പൂജ എന്ന് മാത്രമല്ല അത്തരത്തിൽ ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദമോ പ്രവർത്തനങ്ങളോ ഉണ്ടാകരുത് എന്ന തിട്ടൂരം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പുറത്തിറക്കിയത്. വിഷ്ണു, ഒരു കാര്യം കൂടി, അതായത് ഈ ഭാരതവുമായി എന്താണ് നിങ്ങളുടെ ബന്ധം, എങ്ങനെയാകും ഇനി എന്ന ചോദ്യത്തിന് മുഹമ്മദ് യൂനുസ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യായത്തിൻ്റെയും സമത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അയൽരാജ്യമായ ഭാരതവുമായി നല്ല ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. ആദ്യം സ്വന്തം രാജ്യത്ത് ന്യായവും സമത്വവും ഒക്കെ നടപ്പിലാക്കിയിട്ട് പോരെ ഭാരതവുമായി എങ്ങനെ വേണം നിങ്ങളുടെ ബന്ധം എന്ന് പറയാൻ എന്ന് നമുക്ക് ഈ മുഹമ്മദ് യൂനുസിനോട് ചോദിക്കേണ്ടി വരുന്നു അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിലുള്ള മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കുന്നതിനോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനോ ഒരിക്കലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ അത് സംഭവിക്കാറില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ വസ്തുത തന്നെയാണ്. പലപ്പോഴും ഭാരതം അത് ഐക്യരാഷ്ട്രസഭയുടെ വേദികളിലും അന്താരാഷ്ട്ര വേദികളിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുമാണ്. ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അത്തരത്തിലുള്ള അയൽ രാജ്യങ്ങൾ, മുസ്ലിം അയൽ രാജ്യങ്ങൾ എപ്പോഴും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചും അവിടെ ഒരു ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നപ്പോൾ അവർക്ക് ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് സർക്കാരിന് അവിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കണം എന്ന വ്യക്തമായ നിർദ്ദേശം ഈ ഇടക്കാല സർക്കാരിന് ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു. ഭാരതത്തിന് ബംഗ്ലാദേശുമായാണെങ്കിലും ഏത് അയൽ രാജ്യങ്ങളാണെങ്കിലും ഏത് ലോകരാഷ്ട്രങ്ങളാണെങ്കിലും അവിടെയുള്ള സർക്കാരുകളുമായി ആ രാജ്യങ്ങളുമായി നല്ല നയതന്ത്ര ബന്ധം, ഊഷ്മളമായ നയതന്ത്ര ബന്ധം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്താൻ ഭാരതം എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഹിന്ദു വംശഹത്യയ്ക്കും അതിന് പിറകെ നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ശബ്ദമുയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം മുഹമ്മദ് യൂനുസിന്റെ അഭിപ്രായം ഭാരതം അത്തരത്തിൽ എല്ലാ തരത്തിലും നീതിന്യായ വ്യവസ്ഥകൾ, സമത്വം പാലിക്കുന്നതിനനുസരിച്ച് സൗഹാർദ്ദം അല്ലെങ്കിൽ ഊഷ്മള ബന്ധം, നയതന്ത്ര ബന്ധം ഭാരതത്തിനോട് ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭാരതത്തിലെ നിലവിലെ സാഹചര്യം മുഹമ്മദ് യൂനുസ് പഠിക്കുകയും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളും അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചുള്ള മറുപടി തീർച്ചയായും ഭാരതവും നയതന്ത്ര തലത്തിൽ നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. കൃഷ്ണരാജ്. ശരി ജിഷ്ണു കൃഷ്ണൻ, അതായത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് തുടരുന്നു. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരുടെ ഏറ്റവും വലിയ ആഘോഷമായ ദുർഗാപൂജ നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. നിസ്കാര സമയങ്ങളിൽ അത് പാടില്ലെന്ന് പറയുന്നു. അതായത് ഇടക്കാല സർക്കാർ വന്നിട്ടും ഒരു വ്യക്തതയില്ല, പിന്നിൽ തീവ്രവാദികൾ എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയുണ്ട് എന്നാണ്. പാകിസ്ഥാനൊക്കെയാണ് ഇപ്പോഴും ബംഗ്ലാദേശിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്നോർക്കണം. വളരെ കൃത്യമായി വിലയിരുത്തുകയായിരുന്നു, അതിനെക്കുറിച്ച് പറയുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.